നമസ്കാരം. കരുവന്നൂർ കേസിൽ മുൻ മന്ത്രിയും ആലത്തൂരിൻ്റെ എംപിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണനെതിരെയുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. രാധാകൃഷ്ണൻ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ ബിനാമി വായ്പാ ഇടപാടുകൾ അതിലെ പലതും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ രാധാകൃഷ്ണന് അറിയാമായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ അനുമാനം. 2016 മുതൽ 2018 വരെയാണ് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. 2018 തൃശ്ശൂരിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിലൊന്ന് എന്ന് പറയപ്പെടുന്നത് കരുവന്നൂരിലെ തട്ടിപ്പുകാർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംഘാടക സമിതിയുടെ ചുമതലയുണ്ടായിരുന്ന രാധാകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോടികൾ ചെലവഴിച്ചാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ആർഭാടമായി അന്ന് നടത്തിയത്. കരുവന്നൂരിലെ മുഖ്യപ്രതികളാണ് സ്പോൺസർമാരായി ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ED വിശദാംശങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. 2016 ജില്ലാ സെക്രട്ടറി ആയിരുന്ന MC മൊയ്തീൻ മന്ത്രിയായതിനെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല അന്ന് കെ രാധാകൃഷ്ണന് കൈമാറിയത്. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ കരുവന്നൂർ ബാങ്കിൽ വൻതോതിലുള്ള ക്രമക്കേടുകൾ നടന്നു. കരുവന്നൂരിലെ പ്രാദേശിക CPM പ്രവർത്തകരും സഹകാരികളും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് AC മൊയ്തീന് പരാതി നൽകിയിരുന്നു. ഈ പരാതികൾ ജില്ലാ സെക്രട്ടറി ആയ ശേഷം കെ രാധാകൃഷ്ണന് മുന്നിലും എത്തിച്ചേർന്നു. എന്നാൽ മൊയ്തീൻ്റെ പാത പിന്തുടർന്ന് ഇതേ രാധാകൃഷ്ണനും തട്ടിപ്പുകാർക്ക് സൗകര്യമൊരുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന കണ്ടെത്തൽ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ പോലും പരാതി ചർച്ചയ്ക്കെടുക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻതുക വ്യാജ വായ്പയിലൂടെ തട്ടിയെടുത്ത ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹത്തിന് സ്വർണം നൽകിയെന്ന വിവരവും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ ED പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഈ CPM തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള ഒരു നേതാവാണ് സ്വർണം കൈമാറാൻ ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടത്. ഇത് രാധാകൃഷ്ണൻ്റെ അറിവോടെയാണ് എന്നാണ് ആ ഏരിയ നേതാവ് EDക്ക് നൽകിയിട്ടുള്ള മൊഴികളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിയതിന് പുറമെ തട്ടിപ്പുകാരിൽ നിന്ന് വ്യക്തിപരമായിട്ടും പ്രതിഫലം കൈപ്പറ്റിയതിന് രാധാകൃഷ്ണൻ പ്രതികൂട്ടിലാകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനാൽ തന്നെ മാർച്ചിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് രാധാകൃഷ്ണൻ്റെ നിലപാട്. തമിഴ്നാട്ടിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞ് ഏപ്രിൽ 6 ശേഷം കൊച്ചിയിലെ ED ഓഫീസിലെത്താം എന്ന് കാണിച്ചുകൊണ്ട് EDക്ക് അദ്ദേഹം സന്ദേശം നൽകി എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഹാജരാകാനുള്ള തീയതി സംബന്ധിച്ച് ഇതുവരെ ED മറുപടി നൽകിയിട്ട് പോലുമില്ല. സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പം ബാങ്ക് അക്കൗണ്ട് രേഖകൾ ഇവയൊക്കെ കൊണ്ടുവേണം ഹാജരാകാനെന്നാണ് രാധാകൃഷ്ണനോട് ED ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അതേസമയം കരുവന്നൂർ കേസിൽ രാധാകൃഷ്ണനെ ED വിളിപ്പിച്ചത് പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്ന രാധാകൃഷ്ണന് കരുവന്നൂരിലെ ഇടപാടുകൾ അറിയാമായിരുന്നു എന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. AC മൊയ്തീൻ, MM വർഗീസ്, MK കണ്ണൻ, PK ബിജു ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ കേസിൽ നേരത്തെ തന്നെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുള്ളതുമാണ്. AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED സംഘം അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഒക്കെ പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഈ MM വർഗീസിനെ ചോദ്യം ചെയ്ത ശേഷമാണ് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണനും EDക്ക് മുന്നിൽ എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. കരുവന്നൂർ എന്ന് പറയപ്പെടുന്ന കരുവന്നൂർ കേസിൽ നടത്തപ്പെട്ടുള്ള തിരിമറികൾ അത് മുൻമന്ത്രി കൂടിയും ആയിട്ടുള്ള രാധാകൃഷ്ണന് കുരുക്കായി മാറുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ആ സംശയത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ CPMൻ്റെ ജില്ലാ നേതൃത്വം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല MP കൂടിയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ സ്പീക്കറും ഈ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ആൾ. ഈ സഖാവിന് എന്തുപറ്റി? ക്ലീൻ ഇമേജുള്ള ഇത്തരത്തിലുള്ളൊരു നേതാവിന് ഈ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കെ രാധാകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചിരിക്കുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിൽ കെ രാധാകൃഷ്ണനെ തളയ്ക്കുവാനുള്ള കരുത്ത് EDക്കുണ്ടോ? അല്ലെങ്കിൽ തളയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള രേഖകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ
അന്വേഷണം പൂർത്തിയാകുമ്പോൾ തന്നെ രാധാകൃഷ്ണനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.